ടി റെനീഷിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ മേയർ ബീന ഫിലിപ്പ് ജയിച്ച അതേ വാർഡിലാണ് ഇത്തവണ മത്സരിക്കുന്നത് അല്ലേ? അതൊരു ചെറിയ ചങ്കൂറ്റ. കാരണം റെനീഷ് നേരത്തെ മത്സരിച്ചത് BJP 3-ാം സ്ഥാനത്തായിരുന്ന ഒരു സ്ഥലത്തുനിന്ന് മത്സരിച്ചിട്ട് 1-ാം സ്ഥാനത്തെത്തി വിജയിച്ച ഒരാള് ഇപ്പൊ അവിടെ മത്സരിക്കാതെ കളം മാറ്റിയതിന്റെ ഒരു ഉദ്ദേശം എന്താ? ഞാൻ അന്ന് മത്സരിക്കുമ്പോഴും ഞാൻ തീരുമാനിച്ചിട്ടല്ല മത്സരിച്ചത്. ഈ പ്രാവശ്യവും ഞാൻ തീരുമാനിച്ചിട്ടല്ല മത്സരിക്കുന്നത്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഏത് വാർഡിൽ മത്സരിക്കാൻ പോകുമ്പോഴും അവിടുത്തെ ജനങ്ങളുമായി സംസാരിക്കാറുണ്ട്, കൃത്യമായി എൻ്റെ വീക്ഷണം മുന്നോട്ട് വെക്കാറുണ്ട്. പുതിയറയിലെ ജനങ്ങൾ അത് ഏറ്റെടുത്തു. കഴിഞ്ഞ 5 വർഷം അവർക്ക് പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും പ്രകടന പത്രികയിൽ ഞാൻ അവരോട് പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും പൂർത്തീകരിച്ചിട്ടാണ് പോകുന്നത്. എനിക്ക് തോന്നുന്നത് മറ്റൊരു സ്ഥാനാർത്ഥികൾക്കും അല്ലെങ്കിൽ മറ്റൊരു കൗൺസിലർമാർക്കും കിട്ടാത്തൊരു യാത്രവെയ്പ്പ് അവിടുത്തെ മൊത്തം റെസിഡൻസ് അസോസിയേഷനുകളെല്ലാം ചേർന്ന് എനിക്ക് നൽകി. സത്യത്തിൽ അതിനുശേഷം മത്സരിക്കേണ്ട എന്ന് തീരുമാനിച്ചിരുന്നു. പക്ഷേ പാർട്ടി പുതിയൊരു ദൗത്യം ഏൽപ്പിച്ചിരിക്കുകയാണ്. ഇന്നേ വരെ മറ്റൊരു പാർട്ടിയും ജയിക്കാത്ത പൊറ്റമൽ വാർഡിൽ മത്സരിക്കണമെന്നാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. ഞാനിപ്പോൾ ഉറച്ചു വിശ്വസിക്കുന്നു അവിടെ ഒരു ചരിത്രം തിരുത്തിക്കൊണ്ട് ആദ്യമായി അവിടെ മറ്റൊരു പാർട്ടി ജയിക്കും. അത് ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായ ഞാനായിരിക്കും.